സ്വർഗത്തെയും നരകത്തെയും വിശിഷ്ടമെന്നും നീചമെന്നും വിശേഷിപ്പിക്കുന്നത് വലിയ തെറ്റ് തന്നെയാണ്. സ്വർഗവും നരകവും കേവലം നമ്മുടെ ഒരു മാനസികാവസ്ഥയാണ്. ഇത് നമ്മുടെ സന്തോഷത്തിന്റെയും നമ്മുടെ സന്താപത്തിന്റെയും അവസ്ഥകൾ പ്രകടമാക്കൽ മാത്രമായിരിക്കും. നമ്മുടെ ആന്തരിക വിശപ്പ് നമ്മുടെ ഏവരുടെയും ചിത്തത്തിലുള്ള സുഖദുഃഖങ്ങളുടെ എല്ലാം അനുഭവങ്ങളുടെ പ്രതീകം. നമ്മുടെ ആസക്തിയുടെയും അനാസക്തിയുടെയും പ്രേരക ശക്തി. തൃഷ്ണയിൽ നിന്നുമുള്ള പൂർണ്ണമായ മുക്തി. ഏത് വ്യക്തിയാണോ ഇത്തരം പരിതസ്ഥിതികളിൽ നിന്നും സന്തുഷ്ടരാവുന്നത് ദിതി, ആ അവസ്ഥ തന്നെയാണ് സ്വർഗം. ഈ സന്തുഷ്ടരായ വ്യക്തികൾ കാമം, ക്രോധം, ലോഭം എന്നിവയിൽ നിന്നും മുക്തരായിരിക്കും. സന്തോഷത്തിന്റെ അഭാവത്തിൽ നിശ്ചയമായും കാമവും ക്രോധവും ലോഭവുമെല്ലാം വ്യക്തികൾക്ക് സദാ പാപത്തിന്റെ മാർഗദർശനം നൽകുന്നതായിരിക്കും. ഇങ്ങനെയുള്ള അസന്തുഷ്ടരായ വ്യക്തികൾ എത്ര സുഖസൗകര്യങ്ങൾ ഉണ്ടായാലും ഐശ്വര്യപൂർണമായ സന്ദർഭങ്ങൾ ഉണ്ടായാലും അവരുടെ മാനസികാവസ്ഥ എല്ലായ്പ്പോഴും നരകത്തിന് തുല്യമായി തന്നെ തുടരും. സ്വർഗം നരകത്തിന്റെ ഉന്നതിയല്ല, നരകം സ്വർഗത്തിന്റെ പതനവുമല്ല. നമ്മുടെ അന്തരംഗത്തിലെ നരകത്തിന് അന്ത്യം സംഭവിക്കുന്ന നിമിഷം തന്നെ നമുക്ക് സ്വർഗം പ്രാപ്തമാക്കണമെന്ന മോഹവും ഇല്ലാതാകുന്നതായിരിക്കും. കാരണം സ്വർഗമെന്നത് നമ്മുടെ നരകയാതനകൾ ദർശിക്കുന്ന സ്വപ്നം മാത്രമാണ്, അഭിലാഷം മാത്രമാണ്. നരകത്തിന്റെ അന്ത്യം സംഭവിക്കുമ്പോൾ സ്വർഗത്തിൻ്റെതായ അഭിലാഷങ്ങളും ആ ക്ഷണം തന്നെ ഇല്ലാതാകുന്നതായിരിക്കും. സ്വർഗമെന്നോ നരകമെന്നോ ഉള്ള വ്യത്യാസമില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയാണ് മുക്തി എന്നും മോക്ഷമെന്നും അറിയപ്പെടുന്നത്.